ട്രാൻസ്ലേഷൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഇലോങ്ങേഷൻ. സോ ഇനീഷ്യേഷൻ കോംപ്ലക്സ് ഫോം ചെയ്തതിന് ശേഷം അത് ലാർജ് സബ് യൂണിറ്റ് ബൈൻഡ് ചെയ്തതിന് ശേഷം പിന്നീട് സംഭവിക്കുന്നതാണ് ഇലോങ്ങേഷൻ. ഇലോങ്ങേഷനിൽ എന്താ ചെയ്യണേ? ആൻറ്റി കോഡോൺ ഓഫ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഇനീഷ്യേഷൻ്റെ ബാക്കി സ്റ്റെപ്പ്, ആൻറ്റി കോഡോൺ ഓഫ് മെത്തിയോണൈൻ ടിആർഎൻഎ കോംപ്ലക്സ്. ആദ്യത്തെ ഇനീഷ്യേറ്റർ കോഡോൺ ആയിരുന്നു മെത്തിയോണൈൻ. സോ ആദ്യം ആൻറ്റി കോഡോൺ ഓഫ് മെത്തിയോണൈൻ ടിആർഎൻഎ കോംപ്ലക്സ്, ടിആർഎൻഎ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ചാർജ്ഡ് ആയിട്ടുള്ള അമിനോ അസൈലേഷൻ കഴിഞ്ഞിട്ടുള്ള ആ ചാർജ് ടിആർഎൻഎ ക്യാരി ചെയ്യുന്ന മെത്തിയോണൈൻ, അതാണ് ആൻറ്റി കോഡോൺ. ആ മെത്തിയോണൈൻ ടിആർഎൻഎ കോംപ്ലക്സ് എന്ന ടിആർഎൻഎയിലുള്ള കോംപ്ലക്സിലുള്ള ആൻറ്റി കോഡോൺ ആരുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു? mRNAയിലുള്ള ഫസ്റ്റ് കോഡോൺ, അതായത് AUGയുമായിട്ട് ഫോം ചെയ്തിട്ട് എവിടെയായിരുന്നു? പി സൈറ്റിൽ വെച്ചിട്ട്, സ്മോൾ സബ് യൂണിറ്റിലെ പി സൈറ്റിൽ വെച്ചിട്ടാണ് ബൈൻഡ് ചെയ്തത്. സോ ഫസ്റ്റ് കോഡോണും നമ്മുടെ mRNAയുടെ ഫസ്റ്റ് കോഡോണും ടിആർഎൻഎ കൊണ്ടുവരുന്ന അതിൻ്റെ ആൻറ്റി കോഡോണും തമ്മിൽ ആൻറ്റി കോഡോൺ ഇൻറ്ററാക്ഷൻ നടന്നു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് സംഭവിക്കുന്നത് രണ്ടാമത്തെ ഈ പ്രോട്ടീൻ സിന്തസിസ് നടക്കുമ്പോൾ ലാർജർ സബ് യൂണിറ്റിൽ ഇനിയും രണ്ട് സൈറ്റ്, സ്മോൾ സബ് യൂണിറ്റിലാണ് നമ്മൾ പറഞ്ഞ പി സൈറ്റ് എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട്. ഇനി രണ്ട് സൈറ്റും കൂടി ഉണ്ട് ലാർജർ സബ് യൂണിറ്റിൽ, ഈ സൈറ്റും എ സൈറ്റും, ഈ സൈറ്റ് ആൻഡ് എ സൈറ്റ്. എ സൈറ്റ് എന്ന് പറഞ്ഞാൽ അമിനോ അസൈലേഷൻ നടക്കുന്ന അല്ലെങ്കിൽ അമിനോ ആസിഡ് വന്ന് ബൈൻഡ് ചെയ്യുന്ന സൈറ്റ്, അമിനോ അസൈലേഷൻ സൈറ്റ്. ഇത് പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് നടക്കുന്ന സൈറ്റ്. ഇത് അത് കഴിഞ്ഞിട്ട് ടിആർഎൻഎ അവിടെ നിന്ന് എക്സിറ്റ് ആവുന്ന സൈറ്റ്, ഈ എക്സിറ്റ് സൈറ്റ്, പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് സൈറ്റ്, അമിനോ അസൈൽ സൈറ്റ്. ഇങ്ങനെ 3 സൈറ്റുകളാണ് ടോട്ടലായിട്ട് നമ്മുടെ പ്രോട്ടീൻ സിന്തസിസ് അഥവാ ട്രാൻസ്ലേഷനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ വന്ന് ആദ്യത്തെ ഇനീഷ്യേറ്റർ കോഡോൺ ടിആർഎൻഎ, നമ്മളെ ഇനീഷ്യേറ്റർ ടിആർഎൻഎ കോംപ്ലക്സ് അതിൻ്റെ ആൻറ്റി കോഡോൺ കൊണ്ടുവന്ന് ബൈൻഡ് ചെയ്തത് പി സൈറ്റിൽ വെച്ചിട്ടാണ് ഇനീഷ്യേഷൻ കോംപ്ലക്സ് ഫോം ചെയ്തത്. സോ ഈ പി സൈറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ടിആർഎൻഎ വിത്ത് അലോങ് വിത്ത് അതിൻ്റെ ഇനീഷ്യേറ്റർ കോഡോണിലെ അമിനോ ആസിഡുമായിട്ട്, നമ്മുടെ മെത്തിയോണൈനുമായിട്ട്. സോ ഫസ്റ്റ് കോഡോൺ ഓഫ് mRNAയുമായിട്ട് നമ്മുടെ ഇനീഷ്യേറ്റർ ടിആർഎൻഎ മെത്തിയോണൈനുമായിട്ട് ബൈൻഡ് ചെയ്ത് കോഡോൺ ആൻറ്റി കോഡോൺ ഇൻറ്ററാക്ഷൻ ഈ പി സൈറ്റിലാണ് നടന്നത്. അതിനുശേഷം അപ്പോൾ നമ്മുടെ എ സൈറ്റ് ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. സോ അനദർ അമിനോ അസൈൽ ടിആർഎൻഎ, വേറൊരു ടിആർഎൻഎ വേറൊരു അമിനോ ആസിഡിനെയും കൊണ്ടുവരുന്നു. ഇതേപോലെ അമിനോ ആസിഡ് ആക്ടിവേഷൻ കഴിഞ്ഞ് ചാർജിങ് ഓഫ് ടിആർഎൻഎ കഴിഞ്ഞ് വേറൊരു അമിനോ അസൈൽ ടിആർഎൻഎ കോംപ്ലക്സ്, നമ്മളിവിടെ പറഞ്ഞ പോലെ തന്നെ മെത്തിയോണൈന് പകരം വേറൊരു മെത്തിയോണൈൻ എന്ന് പറയുന്നത് ആദ്യം ഇനീഷ്യേറ്റ് ചെയ്യാനുള്ള ഒരു അമിനോ ആസിഡ്. അത് കഴിഞ്ഞ് mRNAയുടെ ഇതിൽ കാണുന്ന അടുത്ത സീക്വൻസിനനുസരിച്ച് ടിആർഎൻഎ AUG കഴിഞ്ഞിട്ടുള്ള അടുത്ത കോഡോൺ എന്താണ്? 3 ട്രിപ്ലറ്റ് കോഡോൺ, അതിനനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു അമിനോ ആസിഡിനെയും കൊണ്ട് വേറൊരു ടിആർഎൻഎ വരുന്നു. അതാണ് അനദർ അമിനോ അസൈൽ ടിആർഎൻഎ കോംപ്ലക്സ് വരുന്നു വിത്ത് അമിനോ ആസിഡ്. ആ പെർട്ടിക്കുലർ അമിനോ ആസിഡിനെയും കൊണ്ട് വേറൊരു അമിനോ അസൈൽ ടിആർഎൻഎ കോംപ്ലക്സ് ചാർജിങ് കഴിഞ്ഞ് അമിനോ ആസിഡ് ആക്ടിവേഷൻ കഴിഞ്ഞ് വേറൊരു ടിആർഎൻഎ വരുന്നു. എന്നിട്ട് ഈ പറഞ്ഞ റൈബോസോമിൽ എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്തതിന് ശേഷം എവിടെയാണ് അറ്റാച്ച് ചെയ്യുന്നത്? അറ്റാച്ചസ് ടു ദ എ സൈറ്റ്. സോ ഈ സൈറ്റിലാണ് ആദ്യം കൊണ്ടുവന്ന ടിആർഎൻഎ, വേറൊരു ടിആർഎൻഎ നമ്മുടെ മെത്തിയോണൈനെയും കൊണ്ടുവന്നിട്ട് ബൈൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി വരുന്ന രണ്ടാമത്തെ ടിആർഎൻഎ കോംപ്ലക്സ് ഈ എ സൈറ്റിലാണ് വന്ന് ബൈൻഡ് ചെയ്യുന്നത്. രണ്ടാമത്തെ ടിആർഎൻഎ എലോങ് വിത്ത് അതിൻ്റെ കറസ്പോണ്ടിങ് അമിനോ ആസിഡുമായിട്ട്, കോംപ്ലക്സ് അമിനോ ആസിഡുമായിട്ട് വന്നിട്ട് റൈബോസോമിൽ വന്നിട്ട് ബൈൻഡ് ചെയ്യുന്നത് എ സൈറ്റിലാണ്. രണ്ടാമത്തത് വന്ന് എ സൈറ്റിലാണ് ബൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇറ്റ്സ് ആൻറ്റി കോഡോൺ ബൈൻഡ് ടു, നമ്മൾ രണ്ടാമത് കൊണ്ടുവന്ന ടിആർഎൻഎ, ആ ടിആർഎൻഎ അതിൻ്റെ ഒരു അമിനോ ആസിഡിനെയും കൊണ്ട് വന്നിട്ടുണ്ട്. ആ ടിആർഎൻഎയുടെ താഴെ എന്തുണ്ട്? ആൻറ്റി കോഡോൺ ലൂപ്പുണ്ട്. സോ അതിൻ്റെ ഈ രണ്ടാമത് കൊണ്ടുവന്ന ടിആർഎൻഎ കോംപ്ലക്സിൻ്റെ ആൻറ്റി കോഡോൺ ബൈൻഡ് ചെയ്യുന്നത് സെക്കൻഡ് കോഡോൺ ഓൺ mRNA. നമ്മുടെ AUG കഴിഞ്ഞിട്ട് mRNAയിൽ ഏത് സീക്വൻസ് ആണോ കാണുന്നത്, CUU, UUC, അങ്ങനെ ഏത് സീക്വൻസ് ആണ് കാണുന്നത്, ആ സീക്വൻസിലാണ് അല്ലെങ്കിൽ ആ കോഡോണിലാണ് ഈ വരുന്ന രണ്ടാമത്തെ ടിആർഎൻഎയുടെ ആൻറ്റി കോഡോൺ വന്നിട്ട് ബൈൻഡ് ചെയ്യുന്നത് mRNAയുടെ രണ്ടാമത്തെ ട്രിപ്ലറ്റ് കോഡിലാണ്. ഇനീഷ്യേറ്റർ കോഡോൺ കഴിഞ്ഞിട്ട് mRNAയിൽ ഏത് കോഡാണോ ഉള്ളത് അതിലാണ് രണ്ടാമത്തെ കൊണ്ടുവരുന്ന ടിആർഎൻഎയുടെ ആൻറ്റി കോഡോൺ ഇൻറ്ററാക്ഷൻ നടക്കുന്നത്. ഏത് സൈറ്റിൽ വെച്ചിട്ട്? എ സൈറ്റിൽ വെച്ചിട്ട്. സോ അവിടെ എന്ത് സംഭവിക്കുന്നു? ഇപ്പോൾ ഒരു പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യുന്നു ബിറ്റ്വീൻ ആരും തമ്മിൽ. ഇപ്പോൾ 2 ടിആർഎൻഎകൾ ഇരിക്കുന്നത്. ഫസ്റ്റ് കൊണ്ടുവന്ന ടിആർഎൻഎ ഈ പി സൈറ്റിൽ നമ്മുടെ ഇനീഷ്യേറ്റഡ് ടിആർഎൻഎ മെത്തിയോണൈനെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ടിആർഎൻഎ കോംപ്ലക്സിൻ്റെ ആൻറ്റി കോഡോണും ഈ പി ഇതുമായിട്ട് റൈബോസോമിൽ ബൈൻഡ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത് കൊണ്ടുവന്ന ടിആർഎൻഎ
ഈ mRNA-യുടെ അടുത്ത കോഡോണുമായിട്ട് ബൈൻഡ് ചെയ്തു എ സൈറ്റിൽ വന്ന് ബൈൻഡ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ ഒരു tRNA, ഒരു അമിനോ ആസിഡ്, ആദ്യം കൊണ്ടുവന്ന tRNA, ഇനീഷ്യേറ്റർ അമിനോ ആസിഡ്. അപ്പോൾ 2 tRNA മീൻസ് 2 അമിനോ ആസിഡ് അടുത്ത് വന്നു എന്നർത്ഥം. സോ എന്ത് സംഭവിക്കുന്നു? പെപ്റ്റൈഡ് ബോണ്ട് ബിറ്റ്വീൻ ഫസ്റ്റ് കൊണ്ടുവന്ന അമിനോ ആസിഡ് ഏതാണ്? മെത്തിയോണിൻ. രണ്ടാമത് കൊണ്ടുവന്ന അമിനോ ആസിഡ് ഏതോ ആയിക്കോട്ടെ, ആ അമിനോ ആസിഡ് തമ്മിലൊരു പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ നടക്കുന്നു. അവിടെ അതിനെ സഹായിക്കുന്ന എൻസൈമാണ് പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ്. സോ 2 ചാർജ്ഡ് tRNA-കളാണ് ഇവിടെ വന്നത്. ആദ്യം കൊണ്ടുവന്ന tRNA, രണ്ടാമത് വന്നത് രണ്ടാമത്തെ tRNA വിത്ത് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അമിനോ ആസിഡ് mRNA-യുടെ രണ്ടാമത്തെ കോഡോണിനനുസരിച്ച്. സോ 2 ചാർജ്ഡ് tRNA മീൻസ് 2 അമിനോ ആസിഡുകൾ അടുത്തടുത്ത് വന്നു. 2 അമിനോ ആസിഡുകൾ അടുത്ത് വരുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എന്താണ്? പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ നടക്കുന്നു. ഹൈലി ചാർജ്ഡ് ആയതുകൊണ്ട് അവർ വീക്ക് ബോണ്ടാണ്. ആ വീക്ക് ബോണ്ട് ബ്രേക്ക് ചെയ്ത് ആ എനർജി റിലീസ് ചെയ്തിട്ട് 2 അമിനോ ആസിഡുകൾ തമ്മിൽ എന്ത് സംഭവിക്കുന്നു? പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യുന്നു. അതിന് സഹായിക്കുന്ന എൻസൈം പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ്. സോ നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട് 2 അമിനോ ആസിഡുകൾ കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് പെപ്റ്റൈഡ് ബോണ്ട് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. സോ ആദ്യത്തെ അമിനോ ആസിഡിൻ്റെ കാർബോക്സിലിക് ഗ്രൂപ്പ്, സോ NH2 ആ COH, ആ 2 എൻഡ് ഉണ്ട്. അമിനോ ഗ്രൂപ്പ് ഉണ്ട്, കാർബോക്സിലിക് ഗ്രൂപ്പ് ഉണ്ട്. സോ അമിനോ ആസിഡിൻ്റെ ഫസ്റ്റ് അമിനോ ആസിഡിൻ്റെ കാർബോക്സിലിക് ഗ്രൂപ്പും സെക്കൻഡ് അമിനോ ആസിഡിൻ്റെ ആദ്യം കാണുന്ന അമിനോ ഗ്രൂപ്പും തമ്മിൽ ബൈൻഡ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്? CONH എന്ന് പറഞ്ഞ പെപ്റ്റൈഡ് ബോണ്ട്. സോ അവർ തമ്മിൽ ആദ്യത്തെ അമിനോ ആസിഡിൻ്റെ കാർബോക്സിലിക് ഗ്രൂപ്പും രണ്ടാമത്തെ അമിനോ ആസിഡിൻ്റെ അടുത്തടുത്ത് വരുന്ന 2 അമിനോ ആസിഡുകളില്ലേ, 2 അമിനോ ആസിഡ് രണ്ടാമത്തെ അമിനോ ആസിഡ് അമിനോ ഗ്രൂപ്പും തമ്മിൽ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ CONH അഥവാ പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യുന്നു. അത് പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് എന്ന് പറഞ്ഞ എൻസൈമിൻ്റെ സഹായത്തോടു കൂടി. അടുത്തത് എന്താ സംഭവിക്കുന്നത്? ലിങ്കേജ് ബിറ്റ്വീൻ മെത്തിയോണൈൻ. അപ്പോൾ ഇവിടെ പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. 2 ചാർജ്ഡ് tRNA അടുത്ത് വരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഈ ചാർജ്ഡ് tRNA, ഈ ചാർജ്ഡ് tRNA, ആദ്യം കൊണ്ടുവന്ന tRNA മെത്തിയോണൈൻ, രണ്ടാമത്തെ tRNA അലോങ് വിത്ത് അതിൻ്റെ അമിനോ ആസിഡ് mRNA-യിൽ കാണുന്നതനുസരിച്ച് അവർ തമ്മിൽ പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യുന്നു. അങ്ങനെ വൺസ് പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്തിരിക്കുമ്പോൾ എന്തുണ്ടാവുന്നു? ലിങ്കേജ് ബിറ്റ്വീൻ മെത്തിയോണൈൻ, ആദ്യം കൊണ്ടുവന്ന അമിനോ ആസിഡ് മെത്തിയോണൈനും അതിനെ കൊണ്ടുവന്ന tRNA-യും. സോ ആ tRNA മെത്തിയോണൈനെ കൊണ്ടുവന്ന tRNA-യും മെത്തിയോണൈനും തമ്മിൽ ആ ബോണ്ട് ബ്രോക്കൺ ആവുന്നു. സോ ഇവിടെ കൊണ്ടുവന്ന ഈ അമിനോ ആസിഡ് ഉണ്ടല്ലോ, ഈ അമിനോ ആസിഡിനെ ആരാണ് കൊണ്ടുവന്നത്? ഇനീഷ്യേറ്റഡ് tRNA-ആണ്. സോ ഇനീഷ്യേറ്റഡ് tRNA-യും മെത്തിയോണൈനും തമ്മിലുള്ള ബോണ്ട് പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യുന്നതിന് മുമ്പായിട്ട് അവിടെ നിന്ന് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ തമ്മിലുള്ള ലിങ്കേജ് നഷ്ടപ്പെടുന്നു. സോ ഇപ്പോൾ ആദ്യം കൊണ്ടുവന്ന tRNA-യും ആദ്യം കൊണ്ടുവന്ന അമിനോ ആസിഡ് നമ്മളെ കണക്ഷൻ നഷ്ടപ്പെടുന്നു. അതാണ് ലിങ്കേജ് ബിറ്റ്വീൻ മെത്തിയോണൈൻ, അതിനെ കൊണ്ടുവന്ന tRNA തമ്മിലുള്ള ആ കണക്ഷൻ ബ്രോക്കൺ ആവുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? സെക്കൻഡ് tRNA, സോ സെക്കൻഡ് tRNA എന്നാണ് എ സൈറ്റിൽ രണ്ടാമത്തെ അമിനോ ആസിഡിനെ കൊണ്ടുവന്ന റൈബോസോമിൽ ബൈൻഡ് ചെയ്തേക്കണം. സോ സെക്കൻഡ് tRNA അറ്റ് എ സൈറ്റിലാണ് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നത്. ഇവിടെ tRNA-യുടെ ബോണ്ട് ബ്രേക്ക് ചെയ്തതോടുകൂടി tRNA എന്ത് ചെയ്യുന്നു? ഈ കൊണ്ടുവന്ന tRNA എക്സിറ്റ് സൈറ്റിലേക്ക് പോയിട്ട് അത് പോകുന്നു. ബിക്കോസ് ആ tRNA-യുടെ ആവശ്യമില്ല. ആ tRNA-യുടെ ഡ്യൂട്ടി എന്താണ്? ആ ഇനീഷ്യേറ്റർ അല്ലെങ്കിൽ ഏത് അമിനോ ആസിഡിനെയാണ് കൊണ്ടുവരിക എന്ന ഡ്യൂട്ടി മാത്രമേ ആ tRNA-ക്കുള്ളൂ. സോ tRNA കൊണ്ടുവന്നു, 2 ചാർജ് tRNA വന്നു, അവർ തമ്മിൽ പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്തു. സോ ആദ്യം കൊണ്ടുവന്ന tRNA ഫ്രീ ആയി, അത് വീണ്ടും സൈറ്റോപ്ലാസത്തിലേക്ക് തന്നെ എക്സ് സൈറ്റിലൂടെ പോകുന്നു. അപ്പോൾ ഈ സൈറ്റ് ഫ്രീ ആണല്ലോ. ഇപ്പോൾ ഈ പി സൈറ്റ് ഫ്രീ ആണ്, ബിക്കോസ് ഇവിടെയുള്ള ആ tRNA പോയി. ഇവിടെയുള്ള അമിനോ ആസിഡ് ഈ പറഞ്ഞ ഫസ്റ്റ് എ സൈറ്റിൻ്റെ അമിനോ ആസിഡിൻ്റെ കൂടെ പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്ത് അറ്റാച്ച് ചെയ്ത് നിൽക്കുകയാണ്. സോ സെക്കൻഡ് tRNA അറ്റ് എ സൈറ്റിലുള്ള tRNA ഇപ്പോൾ ഡൈ പെപ്റ്റൈഡ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിനോ, അതായത് ഇതിൻ്റെ അമിനോ ആസിഡും ഇവിടെ ആദ്യം കൊണ്ടുവന്ന മെത്തിയോണും തമ്മിൽ ഒരു പെപ്റ്റൈഡ്, 2 അമിനോ ആസിഡ് തമ്മിൽ ഡൈ പെപ്റ്റൈഡ് ഫോം ചെയ്തു. ആൻഡ് ഫസ്റ്റ് tRNA റിമൂവ്ഡ് ഫ്രം പി സൈറ്റ്. ആദ്യത്തെ tRNA ഈ സൈറ്റിൽ നിന്ന് പി സൈറ്റിൽ നിന്ന് ഈ സൈറ്റിലേക്ക് എക്സിറ്റ് സൈറ്റിലൂടെ പോയി അത് സൈറ്റോപ്ലാസത്തിലേക്ക് തിരിച്ചു പോകുന്നു. ഇപ്പോൾ പി സൈറ്റ് വീക്കെൻഡ് ആണ്. സോ സെക്കൻഡ് tRNA അറ്റ് എ സൈറ്റിലുള്ള tRNA പുൾ ടു പി സൈറ്റ്. സോ ഇവിടെ വേക്കൻ്റ് ആയതുകൊണ്ട് ഇവിടെയുള്ള tRNA എങ്ങോട്ട് മൂവ് ചെയ്യുന്നു? പി സൈറ്റിലോട്ട് മൂവ് ചെയ്യുന്നു. സോ ഇവിടെ ഉണ്ടായിരുന്ന tRNA പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്തതിന് ശേഷം ആദ്യത്തെ അമിനോ ആസിഡുമായുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്തതിന് ശേഷം ആ tRNA എക്സിറ്റ് സൈറ്റിലൂടെ പുറത്തു പോകുന്നു. അപ്പോൾ ഈ പി സൈറ്റ് ഫ്രീ ആവുന്നു. അപ്പോൾ എ സൈറ്റിൽ ഇപ്പോൾ എന്തായിരുന്നു? പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ നടന്നിട്ടുണ്ട്. ഇവിടെയുള്ള അമിനോ ആസിഡും ഇതിൽ ആദ്യം കൊണ്ട അമിനോ ആസിഡും രണ്ടാമത് കൊണ്ട അമിനോ ആസിഡും തമ്മിൽ ഡൈ പെപ്റ്റൈഡ് ഫോം ചെയ്തിട്ടുണ്ട്. പി സൈറ്റ് കാലിയായതിനു ശേഷം എ സൈറ്റിലുള്ള ആ tRNA എലോങ് വിത്ത് എന്താണ്? അതിൻ്റെ അമിനോ ആസിഡുമായിട്ട് 2 അമിനോ ആസിഡ് ഉണ്ട്. ആദ്യം കൊണ്ടുവന്ന അമിനോ ആസിഡ് രണ്ടാമത് ജോയിൻ ചെയ്ത അമിനോ ആസിഡ് കൂടി ഡൈ പെപ്റ്റൈഡോട് കൂടി അത് എ സൈറ്റിൽ നിന്ന് പി സൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നു.
അപ്പോൾ ഇപ്പോൾ എ സൈറ്റ് വേക്കൻ്റ് ആണ്. സെക്കൻഡ് ടിആർഎൻഎ അറ്റ് എ സൈറ്റ് പുൾ ബാക്ക് ടു ദ പി സൈറ്റ്. ഇനി എന്ത് സംഭവിക്കുന്നു? അപ്പോൾ ഈ mRNA-യുടെ അടുത്തേക്ക് ഈ റൈബോസോം അങ്ങനെ mRNA-യിലൂടെ ഈ റൈബോസോം ഇങ്ങനെ മൂവ് ചെയ്യാണ്. സോ ഫസ്റ്റ് കോഡോണിൽ പോയി അവിടുത്തെ അതുമായിട്ട് ബൈൻഡ് ചെയ്തു, രണ്ടാമത്തെ കോഡോണിലേക്ക് വന്നു ബൈൻഡ് ചെയ്തു, മൂന്നാമത്തെ കോഡോണിലേക്ക് വന്നു. സോ ഇതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഒരുപാട് റൈബോസോമുകളുടെ ആവശ്യമുണ്ട്. ഇനി തേർഡ് കോഡോൺ mRNA-യിലുള്ള മൂന്നാമത്തെ കോഡോൺ കമ്മിങ് ടു എ സൈറ്റ്. സോ എ സൈറ്റ് ഇപ്പോൾ വേക്കൻ്റ് ആണ്. ഇതുപോലെ mRNA-യിലുള്ള മൂന്നാമത്തെ കോഡോൺ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അമിനോ ആസിഡിനെയും കൊണ്ട് ആ ഒരു tRNA കോംപ്ലക്സുമായിട്ട് വന്നിട്ട് എ സൈറ്റിൽ വന്ന് ബൈൻഡ് ചെയ്യുന്നു. തേർഡ് കോഡോൺ കമ്മിങ് ടു എ സൈറ്റ് എങ്ങനെയാണ് വരണേ? വിത്ത് അപ്രോപ്രിയേറ്റ് ചാർജ്ഡ് tRNA. നമ്മുടെ mRNA-യിലെ മൂന്നാമത്തെ കോഡോണിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അമിനോ ആസിഡുമായി ചാർജ്ഡ് tRNA വന്ന് ബൈൻഡ് ചെയ്യുന്നു വിത്ത് തേർഡ് അമിനോ ആസിഡ്. ഇപ്പം മൂന്നാമത്തെ അമിനോ ആസിഡ് എ സൈറ്റിൽ വന്ന് ബൈൻഡ് ചെയ്യുന്നു. ബൈൻഡ് ടു ദ എ സൈറ്റ്. വീണ്ടും നേരത്തെ പറഞ്ഞ അതേ സംഭവം. സോ ഇവിടെ രണ്ടാമത്തെ കൊണ്ടുവന്ന അമിനോ ആസിഡ് tRNA-യും അതിൻ്റെ കൂടെ 2 അമിനോ ആസിഡുകളും കിടക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ മൂന്നാമത് കൊണ്ടുവന്ന tRNA അലോങ് വിത്ത് അതിൻ്റെ അമിനോ ആസിഡും കിടക്കുന്നുണ്ട്. എഗെയിൻ 2 ചാർജ്ഡ് tRNA അടുത്ത് വരുന്നു. ആ 2 ചാർജ്ഡ് tRNA തമ്മിൽ കണക്ട് ചെയ്തിട്ട് 2 അമിനോ ആസിഡുകൾ അടുത്ത് വന്നിട്ട് അതുകൊണ്ട് അവർ ബോണ്ട് ബ്രേക്ക് ചെയ്ത് വീണ്ടും പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ നടക്കുന്നു. അതായത് പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ നടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആദ്യമുണ്ടായ ആ സെക്കൻഡ് tRNA അതുമായിട്ടുള്ള കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ട് ഈ പറഞ്ഞ മൂന്നാമത് വന്ന tRNA-യുമായിട്ട് ഈ കൊണ്ടുവന്ന 2 അമിനോ ആസിഡ് മൂന്നാമത്തെ tRNA-യിലേക്ക് കയറുന്നു. സോ ആ രണ്ടാമത്തെ tRNA ഇവിടെ നിന്ന് തിരിച്ച് എക്സ് സൈറ്റിലൂടെ പോകും. ബിക്കോസ് അതിൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു. ഇങ്ങനെ മൂന്നാമതും നാലാമതും ഓരോ tRNA-യും ഓരോ പെർട്ടിക്കുലർ അമിനോ ആസിഡുമായിട്ട് ഈ എ സൈറ്റിൽ വരുന്നു. എ സൈറ്റിൽ വരുമ്പോൾ തൊട്ട് മുമ്പ് ഫോം ചെയ്ത tRNA വിത്ത് അമിനോ ആസിഡ് ഉണ്ടായിരിക്കും. ആ 2 അമിനോ ആസിഡുകൾ തമ്മിൽ പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യും. ആദ്യമുണ്ടായ tRNA എക്സ് സൈറ്റിലോട്ട് പോയി അത് റിലീവ് ചെയ്ത് പോകുന്നു. അപ്പോൾ വീണ്ടും നാലാമത്തെ അഞ്ചാമത്തെ വരുന്നു. ഇങ്ങനെ അത് എ സൈറ്റിൽ നിന്ന് പി സൈറ്റിലേക്ക്, പി സൈറ്റിൽ നിന്ന്. സോ tRNA ഓരോ വട്ടവും അമിനോ ആസിഡിനെ കൊണ്ടുവന്ന് പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്തതിന് ശേഷം ആ tRNA എക്സ് സൈറ്റിലൂടെ തിരിച്ച് സൈറ്റോപ്ലാസത്തിലേക്ക് തന്നെ പോകുന്നു. പിന്നീട് അത് തിരിച്ചൊരു നമ്മുടെ സ്റ്റോപ്പ് കോഡോൺ എത്തുന്നത് വരെ ഈ സ്റ്റെപ്പ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് ഇലോങ്ങേഷൻ ഫേസ്.